നമസ്കാരം, മെട്രോമാനി ന്യൂസിലേക്ക് സ്വാഗതം. സിനിമാ രംഗത്തെ സെൻസേഷൻ നായികയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നടി മമിത ബൈജു. അഭിനയിക്കുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാണ് ഇപ്പോൾ. ഒപ്പം അഭിനയിക്കുന്നത് സൂപ്പർ താരങ്ങളുമാണ്. മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് കടന്ന് വിജയം കൈവരിച്ച നിരവധി നടിമാരുണ്ട്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മമിത ബൈജു. വളരെ സാധാരണ ജീവിതം നയിച്ച മമിത ചെറിയ റോളുകൾ ചെയ്താണ് സിനിമാ രംഗത്ത് വളർന്നു വന്നത്. നടി അമല പോളും ഇത്തരത്തിലാണ് കരിയറിൽ വളർന്നു വന്നത്. മലയാളത്തിൽ ചെറിയ റോളുകൾ ചെയ്ത നടിയാണ് അമല പോൾ. മൈന എന്ന തമിഴ് സിനിമ ഹിറ്റായതോടെ കരിയറിൽ വലിയ ഉയർച്ചയാണ് അവർക്കുണ്ടായത്. ദളപതി വിജയുടെ കൂടെ വരെ അഭിനയിച്ച നായിക നടിയുടെ തുടക്കം ഓട്ടോയിലായിരുന്നു. ഈ പെൺകുട്ടിയുടെ കണ്ണ് ഗംഭീരമാണെന്ന് അന്ന് ഞാൻ പിആർഒയോട് പറഞ്ഞിരുന്നുവെന്ന് ചെയ്യാറു ബാലു ഓർത്തെടുത്ത് പറയുന്നത് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. പിന്നീട് ഹിറ്റ് അമല പോളിന് സിനിമകൾ ലഭിച്ചു തുടങ്ങി. ഓട്ടോയിൽ വന്ന പെൺകുട്ടി പിന്നീട് വലിയ കാർ വാങ്ങുന്ന തലത്തിലേക്ക് വളർന്നെന്നും ചെയ്യാറു ബാലു പറയുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തെ തെന്നിന്ത്യൻ സിനിമ രംഗത്തെ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു അമല പോൾ. ഇന്ന് നടിക്ക് താരമൂല്യമുണ്ടെങ്കിലും ആദ്യ വിവാഹശേഷം കരിയറിൽ തിരക്കുകൾ കുറഞ്ഞിരുന്നു. വിവാഹമോചനവും പിന്നീടുണ്ടായ വിവാദങ്ങളും ഒരു പരിധിവരെ അമലയുടെ കരിയറിനെ ബാധിച്ചിരുന്നു. സംവിധായകൻ AL വിജയനെയായിരുന്നു അമല വിവാഹം ചെയ്തിരുന്നത്. ഈ ബന്ധം പിരിഞ്ഞ ശേഷം ജഗത് ദേശായി എന്ന ബിസിനസ്സുകാരനെ വിവാഹം ചെയ്യുകയായിരുന്നു. ടീച്ചർ, ക്രിസ്റ്റഫർ, ആടുജീവിതം എന്നിവയാണ് അമലയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ. അതുപോലെ തന്നെ പല യുവനടിമാരും ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന നടിയാണ് മമിത ബൈജു. തുടരെ സൂപ്പർ താരങ്ങൾക്കൊപ്പമാണ് മമിത അഭിനയിക്കുന്നത്. ചെറിയ റോളുകളിൽ നിന്നും മുൻനിര നായിക റോളിലേക്ക് മമിത വളർന്നതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് അനുജ് ചന്ദ്ര എന്ന ഫേസ്ബുക്ക് യൂസർ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സിനിമയിൽ ടാലന്റ് മാത്രം പോരാ, ടൈമിങ്ങും അവസരങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധിയും വേണമെന്ന് മമിതയുടെ വളർച്ച പറയാതെ പറയുന്നു എന്നാണ് അനുജ് ചന്ദ്ര കുറിച്ചിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: കിട്ടിയ അവസരങ്ങളെ എത്രയും ബ്രില്യന്റ് ആയി കൈകാര്യം ചെയ്ത നടിയാണ് മമിത ബൈജു. ചെറിയ റോളുകളൊക്കെ ചെയ്ത് പോരുന്ന മമിതയ്ക്ക് കരിയർ ബ്രേക്ക് കിട്ടുന്നത് പ്രേമലു സിനിമയിലൂടെയാണ്. അവിടെ വന്ന അങ്ങോട്ടുള്ള പുള്ളിക്കാരിയുടെ തിരഞ്ഞെടുപ്പുകൾ ശ്രദ്ധേയമായിരുന്നു. പ്രദീപ് രംഗനാഥൻ, ധനുഷ്, വിജയ്, സൂര്യ തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പമുള്ള സിനിമകളിലേക്ക് എത്ര പെട്ടെന്നാണ് മമിത എത്തിയത്. സത്യത്തിൽ മമിതയുടെ തിരഞ്ഞെടുപ്പിനെ തന്നെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതായത് ഒരു സിനിമയുടെ വിജയത്തിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് പോകുന്നത് മാത്രമല്ല ഈ കരിയറിൽ പറഞ്ഞിരിക്കുന്നത്. ആ വിജയത്തിന് ശേഷം സ്വന്തം മാർക്കറ്റ് എവിടേക്ക് വികസിപ്പിക്കണം എന്നത് തിരിച്ചറിയുകയായിരുന്നു ആ താരം. കരിയറിന്റെ ഭാഗം കൂടിയാണ് ഇത്. മമിത അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മമിതയുടെ തിരഞ്ഞെടുപ്പുകളും അതിന് അനുസരിച്ചുള്ളതായിരുന്നു. അല്ലെങ്കിൽ സിനിമയിൽ ടാലന്റ് മാത്രം പോരാ, ടൈമിങ്ങും വേണം. അവസരം തിരിച്ചറിയാനുള്ള ബുദ്ധിയും വേണം. അവസരം കിട്ടിയാൽ അതിന്റെ പോരായ്മ പരിഹരിക്കാനും ധൈര്യം വേണം. അതിനേക്കാളും പ്രധാനമായി ഇപ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം എന്ന ബോധവും വേണം. മമിതയുടെ കാര്യത്തിൽ ആ ബോധമാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നുന്നത്. മാത്രമല്ല, പണ്ട് നിവിൻ പോളിയുടെ ബോസ് ആൻഡ് കോ എന്ന സിനിമയിൽ സൈഡ് റോൾ ചെയ്ത മമിതയുടെ ഇനി വരാൻ പോകുന്ന മലയാള സിനിമ ബെത്ലഹേം കുടുംബ യൂണിറ്റാണ്. അതിലാണെങ്കിൽ നായകൻ നിവിൻ പോളിയും നായിക മമിതയും തന്നെയാണ്. എത്ര വേഗത്തിലാണല്ലേ ഒരു സൈഡ് റോളിൽ നിന്നൊരു നായികയിലേക്ക് മമിത എത്തിയത്. അതായത് കൂടുതൽ ഒന്നും ചിന്തിക്കാനില്ല, സംഭവം ലളിതമാണ്. അവസരങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ മാറ്റുന്നില്ല. പക്ഷെ ആ അവസരങ്ങൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് എന്നായിരുന്നു കുറിപ്പ്. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ഒരു സംവിധായകൻ മമതയെ വിശേഷിപ്പിച്ചത് യാതൊരു കൃത്രിമത്വവും ഇല്ലാത്ത നടി എന്നതായിരുന്നു. ലുക്കിനെ കുറിച്ച് ഒട്ടും ആശങ്കപ്പെടാതെ പ്രകടനത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന താരമാണ് മമിത എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എതിർവശത്ത് ആരാണ് അഭിനയിക്കുന്നത് എന്ന് പോലും ഭയപ്പെടാതെ സ്വന്തം പ്രകടനം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നടി എന്നുമാണ് മമിതയെ കുറിച്ച് അന്ന് സംവിധായകൻ പറഞ്ഞത്. വളരെ ഭാഗ്യം ചെയ്തവരാണ് അവർ. തിരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇതുപോലെ തിരഞ്ഞെടുപ്പ് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരുങ്ങി പോകുന്നവർക്ക് ഒരുപാടുണ്ടെന്നും കുറിപ്പ് വായിച്ച ശേഷം ചിലർ കുറിക്കുന്നുണ്ട്. തമിഴിലും മലയാളത്തിലുമാണ് മമിത ഇപ്പോൾ ഏറെ തിളങ്ങി നിൽക്കുന്നത്. മമിതയുടെ ഏറ്റവും പുതിയ സിനിമ വിശ്വനാഥ് ആൻഡ് സൺസ് ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. സൂര്യയെ നായകനാക്കി സൂപ്പർ ഹിറ്റ് തെലുങ്ക് സംവിധായകൻ വെങ്കി അല്ലൂരി ഒരുക്കിയ സിനിമയാണ് ഇത്.